ആദ്യം തന്നെ ഒരബദ്ധം പറ്റിയ കാര്യം പറയാം. ഞാൻ വീഡിയോ എടുത്തത് നേരെ വെച്ചിട്ടാണ്. അപ്പം എഡിറ്റ് ചെയ്തപ്പം ചിരിച്ചാക്കിയതാട്ടോ. അല്ലാതെ വീഡിയോയിലിടാൻ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കാൻ മടിയാണ്. അപ്പം ഞങ്ങൾ രാവിലെ പൊറോട്ട കഴിക്കാൻ വേണ്ടി പോയൊരു ദിവസം മോർണിംഗിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബംഗാളി സൂക്കുണ്ട്, അതായത് ഒരു മാർക്കറ്റ്. അവിടെ എന്തെങ്കിലും തേങ്ങ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. തേങ്ങ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ഒരു 3-4 തേങ്ങയൊക്കെ എടുത്തു. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കേട്ടോ. വെള്ളിയാഴ്ച ദിവസം അവധിയാണ് ഇവിടെ അധികം ആരും കാണില്ല. നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞങ്ങൾ ഈ കടയിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങളെന്താ മേടിച്ചേ? ഇഞ്ചി മേടിച്ചു, വെളുത്തുള്ളി മേടിച്ചു, പിന്നെ എന്താ പായസമൊക്കെ വന്നിട്ട് പരിപ്പ് മേടിച്ചു, പിന്നെ മുട്ട മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു നടക്കുക കേട്ടോ. ഇതൊരു സിഗ്നലാണ്, കണ്ടാൽ പറയില്ലെന്നുള്ളൂ. വലിയ ലുക്കൊന്നും ഇല്ല, ചെറിയൊരു സ്ഥലമല്ലേ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇത് താഴേക്ക് പോകുന്നൊരു വഴിയാണ്. ആ വഴിയിൽ ഞങ്ങൾ ഈ നമ്മുടെ ഗോതമ്പൊക്കെ പൊടിപ്പിക്കും മില്ലുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറും അതുപോലെ തന്നെ നമ്മുടെ ഫുഡൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു സ്ഥലം. ഞങ്ങൾ അവിടെ നിന്ന്, എനിക്ക് കറക്റ്റായിട്ട് ദൂരം അറിയില്ല, 1 കിലോമീറ്ററൊക്കെ കാണുമായിരിക്കും. ഒരു 10 മിനിറ്റ് നടക്കാൻ, ആഞ്ഞി നടക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കാൻ കാണും ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങളുടെ ഈ ഹോട്ടലിലേക്ക് കേട്ടോ. ആ കണ്ണെത്താ ദൂരം വരെ ഞങ്ങൾ നടക്കണം. അതും കഴിഞ്ഞിട്ട് കുറേ നടക്കണം. പിന്നെ റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ റോഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. കാരണം ഇങ്ങനെ ഈ ചപ്പൊക്കെ എടുക്കണേ ബയ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത് ഫുഡ് കഴിക്കാനും പിന്നെ ഫ്രഷ് പച്ചക്കറി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു. അപ്പോൾ ഇപ്പം കയ്യിൽ പൈസ ഇല്ല സത്യം പറഞ്ഞാൽ. അതായത് അക്കൗണ്ടിലുണ്ട്, കയ്യിലില്ല. അപ്പം ഞങ്ങളൊരു ATM ഉണ്ട് അടുത്ത്. ATMിലും കയറി ഒരു 10-20 റിയാലൊക്കെ എടുത്തിട്ട് പോയിട്ട് നോക്കണം, എന്തെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് നിറയെ പൂച്ചകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്താൽ നല്ല കുട്ടപ്പന്മാരാണ്. പക്ഷെ എന്നാ പറയാനാന്നേ, ഈ ചെളിക്കകത്തൊക്കെ കടന്ന് ഇവരിങ്ങനത്തെ ഒരു രൂപത്തിലാണ്. അതാണ് ATM. ATMിൽ കയറുമ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ വെട്ടിച്ച് കുറച്ച് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പൈസയൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം. ഇവിടെ ഇന്ന് അവധി ആയതുകൊണ്ട് അധികം വണ്ടിയൊന്നുമില്ല. പക്ഷേ അവധി അല്ലാതെ നോർമൽ ഡേ, വർക്കിംഗ് ഡേ വല്ലതും ആണെങ്കിൽ ഈ റോഡ് ഇങ്ങനെയല്ല കാണാൻ പറ്റും. നിറയെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. നമുക്ക് റോഡൊന്നും ക്രോസ് ചെയ്യാനേ ഒക്കത്തില്ല. കാരണം ഭയങ്കര സ്പീഡിൽ വണ്ടി വരും. നമ്മൾ നോക്കത്തൊന്നുമില്ല, വണ്ടി തട്ടി വിട്ട് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കിടക്കത്തുള്ളൂ. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലാണെങ്കിലും ഒരുപാട് ഒരുപാട് ആക്സിഡൻറ്റ് കൊണ്ട് ആൾക്കാർ വരുന്ന കേട്ടോ. ഞങ്ങളങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കടന്നു. പിന്നെ ഇതാ പള്ളി, നമ്മുടെ ഇവിടുത്തെ മുസ്ലിം പള്ളിയാണ്. ആ പള്ളിയുടെ പുറകിലും സൈഡിലും ഒക്കെ ആയിട്ടാണ് നമ്മുടെ പച്ചക്കറി കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞല്ലോ, അത്. നമ്മുടെ ബയ്യന്മാരും പിന്നെ ചിലപ്പോൾ അറബിക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ബയ്യന്മാരൊക്കെ കേട്ടോ പച്ചക്കറി ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തോണ്ട് വന്ന് വിൽക്കുകയാണ്. പിന്നെ കോഴീനെയൊക്കെ വിൽക്കും അവിടെ. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങില്ല കോഴി, കാരണം അവിടെ ഒരു കടയുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചില്ല, താഴേക്കൊരു വഴി. അതിൻ്റെ സൈഡിൽ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഒരു കടയുണ്ട്. അവിടെ നിന്ന് അവർ മുറിച്ച് തരും. നമുക്ക് അതാണല്ലോ ലാഭം, അങ്ങനെയാണ് മേടിക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കട. സാധാരണ ഇത് ഇവിടെ അല്ലായിരുന്നു, ഇതിൻ്റെ പുറകിലായിരുന്നു, പള്ളീൻ്റെ പുറകിലായിരുന്നു. ഇപ്പം ഇത് ഈ റോഡിൻ്റെ ഇപ്പുറത്തേക്ക് ആക്കി കേട്ടോ. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ സിസ്റ്റർ താൽ എന്ന് പറഞ്ഞിട്ട് അവിടെ വാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കറിയാവുന്നൊരു ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നൊരു ബയ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ബയ്യനെ അറിയാമെന്ന് ബയ്യൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ ബയ്യ അടുത്തുനിന്ന് 2 പപ്പായയും പിന്നെ കുറച്ച് ബനാനയും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ നടക്കാം കേട്ടോ.
നമ്മൾ നടക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ നിറയെ പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, വഴി അവർ കാണാം. പിന്നെ അവിടെ കാണുന്ന എന്തോ ഒരു പോലീസ് സ്റ്റേഷനാണോ അതോ ഡ്രൈവിങ് എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് പാർക്കാണ്, ചെറിയൊരു പാർക്കാണ്. ഇവിടെയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ, അതായത് പ്രായമായവരൊക്കെ ഇവിടെ വന്ന് നടക്കാറൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ആഡംബരമൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു പാർക്ക്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനും അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ അവിടെയൊക്കെ എല്ലാ സൈഡിൽ കൂടെ റോഡൊക്കെ ഉണ്ട് കേട്ടോ, നിറയെ കുന്ന. പിന്നെ പറഞ്ഞില്ലേ നമ്മുടെ താരങ്ങൾ, കുറേ പട്ടികൾ ഉണ്ട്. പിന്നെ നമുക്കിവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് ഫുഡ് കിട്ടുന്നത്. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ കഴിക്കും, അല്ലാത്തതൊക്കെ ഇവരാണ് കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ഷീണിച്ചിരിക്കുന്ന പട്ടികളൊക്കെ ഇപ്പോൾ വീർത്ത് ചക്കപ്പോത്തകളായിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, പക്ഷേ ചൂടേ ഇല്ല. കാറ്റ് നല്ല തണുപ്പായത് കൊണ്ട് നല്ല തണുപ്പ് തന്നെയാണ്. ചൂടൊന്നും നമുക്ക് അങ്ങനെ അധികം അങ്ങോട്ട് ഏൽക്കുന്നില്ല. പിന്നെ കണ്ടോ ഇങ്ങനെ കാണുന്നതാണ് നമ്മുടെ ഹോസ്റ്റൽ. വെള്ള പെയിൻ്റ് അടിച്ച ആ ബിൽഡിങ്, അതാണ് നമ്മുടെ ഹോസ്റ്റൽ. നമ്മൾ നടന്നെത്തി. എല്ലാ ചേച്ചിമാരും, കുറേ ചേച്ചിമാരൊക്കെ പച്ചക്കറിയൊക്കെ മേടിക്കാൻ ഇറങ്ങും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കുറേ ചേച്ചിമാരൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഭയങ്കര ഇവിടെ കുന്ന് ഉണ്ട്, റോഡ് കണ്ടില്ലേ, കുന്ന്, പിന്നെ താഴേക്ക് ഇറക്കം, പിന്നെ അടുത്ത കുന്ന്, പിന്നെ ഇറക്കം, പിന്നെ കുന്ന്, ഇറക്കം, അങ്ങനെയുണ്ട്. വണ്ടിയിലൊക്കെ വരുമ്പോൾ അങ്ങനെ കുന്നുകയറ്റം കയറി നല്ല രസമാണ്. അങ്ങനെ നമ്മളെത്തി കേട്ടോ നമ്മുടെ ഹോസ്റ്റലിൽ. നമ്മൾ സത്യം രാവിലെ കഴിക്കാനും പോയതാണ്. അപ്പം ചുമ്മാ ഒരു വീഡിയോ ആക്കിയതാണ്. അപ്പം ഇവിടെ ഉണ്ട് കേട്ടോ കുറേ പട്ടികൾ ഈ ഒരു ഏരിയയിലുണ്ട്. കാരണം നമ്മൾ വേസ്റ്റ് കൊണ്ടിടുന്ന ആ സൈഡിലാണേ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ കഴിക്കാൻ വേണ്ടി കുറേ പട്ടികളുണ്ട്. അവർ നല്ല വെയിലിൻ്റെ ചൂടും കാറ്റിൻ്റെ തണുപ്പൊക്കെ കൊണ്ട് സുഖകരമായ ഉറക്കത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എത്തി. കുന്നൊക്കെ കയറുമ്പോൾ ഇച്ചിരി മടുപ്പാട്ടോ, അതുപോലെ വെയിറ്റൊക്കെ പിടിച്ച് നടക്കുമ്പോൾ അതിലും ഇതാണ് ഡോറ്. ഞാൻ വന്നപ്പോഴത്തേക്കും ആ ഡോർ അങ്ങ് അടഞ്ഞു. പിന്നെ തുറക്കാൻ കുറച്ച് പാട് വിടണം. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ ഒരു ചെറിയൊരു നടപ്പിൻ്റെ ആ ഒരു വീഡിയോ. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറാട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം പ്രശ്നം വരുന്നില്ല. പൂച്ചക്കൊക്കെ ഫുഡ് കൊടുത്തതിൻ്റെ ബാക്കി വേസ്റ്റാക്കി കിടക്കണേ. ആഷ്ലി ആണെങ്കിൽ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ റൂമാണ്, തൊട്ടപ്പുറത്തെ റൂമാണ്, അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. അതാണ് നമ്മുടെ റൂം. ഇങ്ങനെ കൊണ്ട് ഫുഡ് വയ്ക്കും, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എല്ലാവരും എടുക്കും, കാരണം രാവിലെ ആണെങ്കിൽ പാലുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഫുഡ് എടുത്തു. പിന്നെ വാതിലടക്കണം, അല്ലെങ്കിൽ പൂച്ച കയറി അങ്ങ് വിരകും. എന്നിട്ട് നേരെ ഞങ്ങൾ റൂമിലേക്ക് കയറുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.